ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേക്ക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ ടൈപ്സ് ഇൻ ജാവ, അതായത് ജാവയിലെ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ കുറച്ച് ബേസിക് തിയറി ഡേറ്റ ടൈപ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡേറ്റ ടൈപ്പിനെ ഉദാഹരണമായിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും. ഓക്കെ, അപ്പൊ പ്രിമിറ്റീവിനകത്ത് വരുന്നതാണ്, പ്രിമിറ്റീവിനെ നമ്മൾ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഇന്റിജർ, ഫ്ലോട്ട്, ക്യാർ, ബൂളിയൻ. നോൺ പ്രിമിറ്റീവിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് സ്ട്രിങ്, അറേ, അങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം പ്രിമിറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ പ്രിമിറ്റീവിനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഇന്റിജർ, ഫ്ലോട്ട്, ക്യാർ, ബൂളിയൻ. അതിനെ തന്നെ വീണ്ടും നമുക്ക് തരംതിരിക്കാം. അതായത് ഇന്റിജറിനെ ആണെങ്കിൽ നമ്മൾ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഇന്റ്, ലോങ്, ഷോർട്ട്, ബൈറ്റ്. അതിന്റെ ഓരോന്നിന്റെ കപ്പാസിറ്റിയാണ് കിടക്കുന്നത്. ഇന്റിജർ ആണ് 4 ബൈറ്റ്സ്, ലോങ് ആണെങ്കിൽ 8 ബൈറ്റ്സ്, ഷോർട്ട് ആണ് 2 ബൈറ്റ്സ്, ബൈറ്റ് ആണെങ്കിൽ 1 ബൈറ്റ്. ഇതിന്റെ ഒരു കപ്പാസിറ്റി, അതായത് എത്ര റേഞ്ച് വരെ ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൈറ്റ് ലെവൽ. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ്, അതിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഫ്ലോട്ടും ഡബിളും. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇന്റിജറിന്റെ സെയിം തന്നെ ആയിരിക്കും, 4 ബൈറ്റ്. ഡബിൾ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിന്റെ ഡബിൾ ആണ് ഡബിൾ, അതായത് 4ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 8 ബൈറ്റ്. ക്യാർ എന്ന് പറയുന്നത് 2 ബൈറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ബൂളിയൻ എന്ന് പറയുമ്പോൾ 1 ബിറ്റ്. അപ്പൊ ഇന്റിജറിന്റെ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് ബൈറ്റ് ആണ്, 1 ബൈറ്റ്. അത് കഴിഞ്ഞാൽ ഷോർട്ട്. അപ്പൊ ഈ ഇന്റിജറിന്റെ എല്ലാത്തിന്റെ ഒരു കപ്പാസിറ്റി പോയിരിക്കുന്നത് ഇതിന്റെ ഡബിൾ ഡബിൾ വെച്ചിട്ടാണ്. അതായത് ബൈറ്റ് എന്ന് പറയുന്നത് 1 ബൈറ്റ് അല്ലേ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട്. 1ന്റെ ഡബിൾ എത്രയാണ്? 2 ബൈറ്റ്. ഷോർട്ടിന്റെ ഡബിൾ ആണ് ഇന്റ്, അതായത് 2ന്റെ ഡബിൾ എത്രയാണ്? 4. ഇനി ഇന്റിന്റെ ഡബിൾ ആണ് ലോങ്, അതായത് 4ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 8. അപ്പൊ ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ പോയിരിക്കുന്നത്. 1ന്റെ ഡബിൾ 2, 2ന്റെ ഡബിൾ 4, 4ന്റെ ഡബിൾ 8. ഓക്കെ, ഇങ്ങനെ ഓർത്തിരിക്കാൻ നോക്കുക. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിനെയും വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ഫ്ലോട്ടും ഡബിളും. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇന്റിന്റെ സെയിം ആണ്, ഇന്റ് 4 ബൈറ്റ് ആണല്ലോ, അപ്പോൾ ഫ്ലോട്ടും 4 ബൈറ്റ് തന്നെ. ഡബിൾ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിന്റെ ഡബിൾ ആണ് ഡബിൾ, അതായത് 8 ബൈറ്റ്. ക്യാർ 2 ബൈറ്റ്, ബൂളിയൻ 1 ബിറ്റ്. നിങ്ങൾ ഓർത്തിരിക്കണം, കാരണം എക്സാമിനൊക്കെ ഇതിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ഓൺലൈൻ എക്സാമിന് പലതിനും അതുപോലെ ഇന്റർവ്യൂസിനും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഇപ്പൊ പലർക്കും ഇതിൽ ഏത് ഡേറ്റ ടൈപ്പ് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നറിയില്ല. ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പോ ഒരു റൗണ്ട് ഫിഗർ, ഒരു 50, 30 ഇങ്ങനെയൊക്കെ കാണുന്ന എന്താ, ഒരു ഇന്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഈ ലോങ്, ഷോർട്ട്, ബൈറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ഇതൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യണം എന്ന് ആർക്കും അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളപ്പോ എന്താണ്, നിങ്ങളുടെ മാർക്സ് എന്ന് പറയുന്നത് ഇന്റിജർ ആണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങളുടെ മാർക്ക് ഇപ്പൊ ഒരു 30 ആണെന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഡെസിമൽ പാർട്ട് ഒക്കെ നിങ്ങളുടെ മാർക്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അസൈൻ ചെയ്യാൻ പോകുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റ് ആയിരിക്കും. ഓക്കെ, ഇന്റിനേക്കാളും ചെറിയ ഇതാണ് ഷോർട്ടും ബൈറ്റും, ശരിയല്ലേ. ഇന്റിനകത്ത് ഇത് എന്തായാലും ഉൾക്കൊള്ളും. അപ്പൊ നമ്മൾ ലോങ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇന്റിനേക്കാളും കൂടിയ കപ്പാസിറ്റിയാണ് ലോങ്ങിന് അല്ലെ. ഇന്റിന് 4 ബൈറ്റ് ഉണ്ട്, ലോങ്ങിന് 8 ബൈറ്റ് ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും കുറവാണ് ഷോർട്ടും ബൈറ്റും. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. അതായത് ബൈറ്റ് എന്ന് പറയുന്ന 1 ബൈറ്റ്, ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈറ്റിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2⁻⁷ തൊട്ട് +2⁻⁷ -1 വരെയാണ്. അതായത് 2⁻7 എന്ന് പറയുമ്പോൾ 128 വരും, -2⁻7 എന്ന് പറയുമ്പോൾ -128 to 2⁻7 -1 അല്ലേ. അപ്പോ 128 - 1 127. അതായത് ഈ റേഞ്ചിലുള്ള വാല്യൂ ആണ് നമ്മുടെ കയ്യിലെങ്കിൽ നമ്മൾ ബൈറ്റ് യൂസ് ചെയ്താൽ മതി. ഇവിടെ ബൈറ്റ് യൂസ് ചെയ്യുമ്പോൾ എറർ ഒന്നും വരില്ല, കണ്ടോ. കാരണം എത്ര, ഈ 30 എന്ന് പറയുന്നത് ഈ വാല്യൂന്റെ ഇടയിലല്ലേ, മനസ്സിലായല്ലോ. ഇതിലും കൂടിയ വാല്യൂ, അതായത് ഇപ്പൊ ഈ 127ലും കൂടിയ വാല്യൂ, ഇപ്പോ 128 കൊടുക്കാം. കൊടുക്കുമ്പോ തന്നെ ഇവിടെ എറർ വന്നു. കാരണം എന്താ, 127 വരെ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോ നമുക്ക് ഇവിടെ ഷോർട്ട് കൊടുക്കാം. എറർ മാറി. ഇനി ഷോർട്ടിന്റെ റേഞ്ചിന് അപ്പുറത്തുള്ളതാകുമ്പോൾ നമുക്ക് ഇന്റ് കൊടുക്കാം. ഏറ്റവും വലിയ വാല്യൂ ആണെങ്കിൽ നമ്മൾ ലോങ് കൊടുത്താൽ മതി, മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു റേഞ്ചിലുള്ളതാണെങ്കിൽ നമ്മൾ ബൈറ്റ് കൊടുത്താൽ മതി. അതിലും കൂടുതലാണെങ്കിൽ ഷോർട്ട്, അതിലും കൂടുതലുള്ള റേഞ്ചിന് മാത്രം നമ്മൾ ഇന്റ് കൊടുത്താൽ മതി. പക്ഷെ ശരിക്കും നമ്മൾ ഏതൊരു റൗണ്ട് ഫിഗർ കാണുമ്പോഴും അതിന് ഇന്റാണ് കൊടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ ഒരു 4 എണ്ണം എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്: ഇന്റ്, ലോങ്, ഷോർട്ട്, ബൈറ്റ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ്, അതായത് നമ്മുടെ ഫ്ലോട്ടും ഡബിളും. ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ഫ്ലോട്ടും ഡബിളും എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് സീൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്നത് ഫ്ലോട്ടാണ്. പക്ഷെ ജാവയില് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡബിൾ ആണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ ഡബിൾ ഡി ഈക്വൽ ടു നമ്മളൊരു ഡെസിമൽ വാല്യൂ കൊടുക്കുമ്പോൾ എറർ ഒന്നും വന്നില്ല, ശരിയല്ലേ.
പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഡബിള് വേണ്ട, ഫ്ലോട്ട് മതിയെന്ന്. അപ്പൊ ഈ ഡബിള് മാറ്റിയിട്ട് ഞാനിവിടെ ഫ്ലോട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ എറർ വന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വാല്യൂവിന് ശേഷം F1 ഒരു കൊടുക്കുക, ഇങ്ങനെ ഒരു ലിറ്ററിലൂടെ കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ജാവയിൽ യൂസ് ചെയ്യുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡബിൾ ആണ്. ഫ്ലോട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു F കൊടുക്കുക. ഇനി എപ്പോഴൊക്കെയാണ് ഫ്ലോട്ട് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ഡബിൾ യൂസ് ചെയ്യേണ്ടത്? അപ്പൊ പ്രിസിഷൻ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ കൊടുക്കുക. ലിമിറ്റഡ് ആണെങ്കിൽ, അതായത് കുറവാണെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക. പ്രിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ കൊടുക്കുക, ഇല്ലെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക. അതെന്താണ്? ഡബിളിനാവുമ്പോൾ 8 ബൈറ്റ് ഉണ്ട്, അതായത് കൂടുതൽ വാല്യൂസ് ആണെങ്കിൽ ഇതിനകത്തേ കൊള്ളത്തുള്ളൂ. മറ്റേ ഫ്ലോട്ടിന് 4 ബൈറ്റേ ഉള്ളൂ. അപ്പോൾ പ്രിസിഷൻ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് എറർ വരും. ശരിയല്ലേ? അപ്പൊ കുറവാണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് യൂസ് ചെയ്യുക, കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡബിൾ യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? ഫ്ലോട്ട് എപ്പോഴാ, ഡബിൾ എപ്പോഴാന്ന്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് ക്യാർ. ക്യാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്യാറിന്റെ എത്രയാണ് ഇപ്പൊ നമ്മൾ ഈ രണ്ടെണ്ണം പറഞ്ഞു, ഇന്റിജറും ഫ്ലോട്ടിങ്. ക്യാർ എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണ്. പക്ഷെ നമ്മൾ സിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാറിന്റെ ബൈറ്റ് എത്രയാന്ന് ചോദിച്ചാൽ 1 ബൈറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ജാവയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂണിക്കോഡ് ഫോർമാറ്റ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ പല ഫോർമാറ്റും കേട്ടിട്ടുണ്ടായിരിക്കും, ആസ്കി, അങ്ങനെ പല ഫോർമാറ്റ്. അപ്പൊ ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ കാണും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് യൂണിക്കോഡ് ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും പല ടൈപ്പ് ക്യാരക്ടേഴ്സ്, ലിറ്ററൽസ് ഒക്കെ ഉണ്ട് അല്ലെ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കാണും. അപ്പൊ ഒരേ വാല്യൂ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ 65 കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പൊ 65 എന്ന് പറയുമ്പോൾ എ ആയിരിക്കും. പക്ഷെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ 65 എന്ന് പറയുമ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അല്ലെ? അപ്പൊ പല പല ക്യാരക്ടേഴ്സിന് ഒരേ വാല്യൂ വരാൻ തുടങ്ങി. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിക്കോഡ് കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് എല്ലാ സ്ഥലങ്ങളിലെ എല്ലാ ക്യാരക്ടേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അതാണ് യൂണിക്കോഡ് ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ ജാവ യൂണിക്കോഡ് ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ക്യാറിന്റെ ബൈറ്റ് എന്ന് പറയുന്നത്, അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ബൈറ്റ്സ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ക്യാർ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ക്യാർ C ഈക്വൽ ടു എന്തെങ്കിലും ഒരു ക്യാരക്ടർ കൊടുക്കുക. അപ്പൊ ഞാൻ K എന്ന് കൊടുക്കും. ഓക്കെ, ഈ ക്യാരക്ടർ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ കോട്ട്സിൽ വേണം കൊടുക്കാൻ. അപ്പൊ ഒരു ഡൗട്ട് വരും, സിംഗിൾ കോട്ട് ആണോ ഡബിൾ കോട്ട് ആണോ എന്ന്. ഡബിൾ കോട്ട് എപ്പോഴും നമ്മൾ സ്ട്രിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കോട്ട് ആണ് നമ്മൾ എപ്പോഴും ക്യാരക്ടറിന് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഡബിൾ കോട്ട്സ് സ്ട്രിങ്ങിനും, സിംഗിൾ കോട്ട് ക്യാർ. അതുപോലെ തന്നെ ക്യാർ മനസ്സിലായല്ലോ. ഈ ലാസ്റ്റ് വൺ എന്താണ്? ബൂളിയൻ. ബൂളിയൻ എല്ലാവർക്കും അറിയായിരിക്കും. ബൂളിയൻ ആകെ 2 വാല്യൂസേ ഉള്ളൂ, ട്രൂവും ഫോൾസും. അപ്പൊ ചിലതിനകത്തൊക്കെ ഇപ്പോ സീറോസും വൺസും ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ജാവയില് ട്രൂ ഓർ ഫോൾസ് അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നി ട്രൂ കൊടുക്കുക, അല്ലെങ്കിൽ ഫോൾസ് കൊടുക്കുക. പിന്നെ ഈ ട്രൂവും ഫോൾസും കൊടുക്കുമ്പോൾ കോട്ട്സിലൊന്നും കൊടുക്കാൻ പാടില്ല, സിംഗിൾ കോട്ടും ഡബിൾ കോട്ടും ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം ഈ ട്രൂവും ഫോൾസും തന്നെ അവനൊരു ഡേറ്റ ടൈപ്പ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും, ബൂളിയൻ ആയതുകൊണ്ട്. അത് കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഈ ബൂളിയൻ, ക്യാർ, ഫ്ലോട്ട് ഇതൊക്കെ വന്നിരിക്കുന്ന ആ കളർ തന്നെയാണ് നമ്മളിവിടെ ട്രൂ കൊടുക്കുമ്പോഴും വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിനെ തന്നെ ഒരു കീവേഡ് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബൂളിയൻ കൊടുക്കുമ്പോൾ ഇത് കോഴ്സിലൊന്നും കൊടുക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ? ഇപ്പൊ ഷോർട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഫ്ലോട്ട് ഇങ്ങനെ. ഇപ്പൊ ഡബിൾ കൊടുക്കേണ്ടപ്പോ ഡബിൾ T1 ഈക്വൽ ടു 2 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഡബിൾ കൊടുക്കാം. ക്യാർ മനസ്സിലായി, ബൂളിയൻ മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഏതൊക്കെയാണ് ഡേറ്റ ടൈപ്സ്, പിന്നെ അതിന്റെ മെയിൻ കാറ്റഗറൈസേഷൻ, അതായത് ഡേറ്റ ടൈപ്പിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രിമിറ്റീവിനെ നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഇന്റിജർ, ഫ്ലോട്ട്, ക്യാർ, ബൂളിയൻ. എന്നിട്ട് ഇന്റിജറിനെ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ വാല്യൂസ് നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കണം. ഏറ്റവും ചെറുത് ബൈറ്റ്, ബൈറ്റിന്റെ ഡബിൾ ആണ് ഷോർട്ട്, ഷോർട്ടിന്റെ ഡബിൾ ആണ് ഇന്റ്, ഇന്റിന്റെ ഡബിൾ ആണ് ലോങ്. ഇന്റ് എത്രയാണോ അത് തന്നെയാണ് ഫ്ലോട്ട്. ഓക്കെ, ഫ്ലോട്ടിന്റെ ഡബിൾ ആണ് ഡബിൾ. പിന്നെ ക്യാർ 2 ബൈറ്റ്സ്, ബൂളിയൻ 1 ബൈറ്റ്. നിങ്ങൾ ഇപ്പൊ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ഇതുപോലെ ഒരു ഡയഗ്രം ആയിരിക്കും കാണാം, ഇതിന്റെ മെയിൻ കാറ്റഗറൈസേഷൻ എങ്ങനെയാണെന്നൊക്കെ. ഇത് ഫുള്ള് നോക്കണ്ട, നിങ്ങളിപ്പോ ജസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ ഒരു ഫ്ലോ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഡേറ്റ ടൈപ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.